GNM കംപ്ലീറ്റ് ചെയ്ത നഴ്സസ് UK-ലും അയർലൻഡിലും US-ലും കാനഡയിലും ഒക്കെ ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. RN ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നതും. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു പാത്വേ ഓപ്ഷൻ ഉണ്ട്. അവർ ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ പ്രോസസ്സിന് എലിജിബിൾ ആവും. നമ്മൾ GNMസിന് സജസ്റ്റ് ചെയ്യുന്ന ഒരു കോഴ്സാണ് GCAN പറയുന്ന ഒരു ഓൺലൈൻ കോഴ്സ്. ഇത് ഓസ്ട്രേലിയയുടെ ടെക്സാ അപ്രൂവ്ഡ് കോഴ്സാണ്. നമ്മൾ ഈ ഒരു കോഴ്സിന്റെ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ നോക്കുമ്പോൾ ഹയർ ദാൻ ബാച്ചിലേഴ്സ് ആണ് വരുന്നത്. ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സാണ്, ഓൺലൈൻ കോഴ്സാണ്. നിങ്ങൾക്ക് 6 മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പഠിക്കാനും സാധിക്കും. സോ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേയുടെ എലിജിബിലിറ്റി കിട്ടി വിത്തൗട്ട് എക്സാമിനേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ലാംഗ്വേജ് റിക്വയർമെൻറ്റിൻ്റെത് വേവ് ഓഫ് ചെയ്ത് കിട്ടുമോ എന്നുള്ളത് ലാസ്റ്റ് സ്റ്റേജിലാണ് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ NCLEX-ഉം OSCEയും വേണ്ടി വരില്ല. ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് GNM നഴ്സസിന് വേണ്ടിയിട്ടുള്ള ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേയെ കുറിച്ചാണ്. നമ്മൾക്ക് റെഗുലറായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. UK-ലോ അയർലൻഡിലോ കാനഡയിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന രജിസ്റ്റേർഡ് നഴ്സ് ആയിരിക്കും, ബട്ട് അവരുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് GNM ആണ്. സോ അങ്ങനെയുള്ള നഴ്സസ് ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേക്ക് എലിജിബിൾ ആണോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. സോ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് നമ്മൾ തരുന്നത്. ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേയുടെ എലിജിബിലിറ്റി നോക്കുമ്പോൾ മിനിമം ക്വാളിഫിക്കേഷൻ്റെ റിക്വയർമെൻറ്റ് വരുന്നത് ബാച്ചിലേഴ്സ് ആണ്. സോ ബാച്ചിലർ ഓഫ് നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് മാത്രമാണ് വിത്തൗട്ട് എക്സാമിനേഷൻ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതും UK, അയർലൻഡ്, കാനഡ, US, സിംഗപ്പൂർ, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്തിരിക്കണം. 2017 ശേഷമായിരിക്കണം ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ബട്ട് GNM കംപ്ലീറ്റ് ചെയ്ത നഴ്സസ് UK-ലും അയർലൻഡിലും US-ലും കാനഡയിലും ഒക്കെ ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. RN ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നതും. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു പാത്വേ ഓപ്ഷൻ ഉണ്ട്. അവർ ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ പ്രോസസ്സിന് എലിജിബിൾ ആവും. അതായത് ഇപ്പോൾ ഉള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ GNM ആണ്. സോ അവരെ ബാച്ചിലർ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അതിന് മുകളിലുള്ളൊരു ക്വാളിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അവരുടെ എൻട്രി റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നതാണ്. എൻട്രി റിക്വയർമെൻറ്റിൽ ആപ്ര പറയുന്നത് 2017 ശേഷമുള്ള ക്വാളിഫിക്കേഷൻ ആയിരിക്കണം, 2017 ശേഷമുള്ള എക്സ്പീരിയൻസും ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ GNM ആണെങ്കിൽ നിങ്ങൾ ഇനിയൊരു ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ ഇയർ ഓഫ് കംപ്ലീഷൻ വരുന്നത് GNM ആയിരിക്കില്ല. ആ പുതിയ കോഴ്സ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കോഴ്സിൻ്റെ കംപ്ലീഷൻ ഡേറ്റ് ആയിരിക്കും. അതെന്തായാലും ഇനിയിപ്പോൾ ചെയ്യുമ്പോൾ 2017 ശേഷമാണ്. സോ നിങ്ങൾ എലിജിബിൾ ആണ്. സോ GNM ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേയുടെ എലിജിബിലിറ്റി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡെസ്മ ഇന്റർനാഷണൽ ത്രൂ ഒത്തിരി നഴ്സസ് അങ്ങനെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ GNMസിന് സജസ്റ്റ് ചെയ്യുന്ന ഒരു കോഴ്സാണ് GCAN പറയുന്ന ഒരു ഓൺലൈൻ കോഴ്സ്. ഇത് ഓസ്ട്രേലിയയുടെ ടെക്സാ അപ്രൂവ്ഡ് കോഴ്സാണ്. നമ്മൾ ഈ ഒരു കോഴ്സിൻ്റെ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ നോക്കുമ്പോൾ ഹയർ ദാൻ ബാച്ചിലേഴ്സ് ആണ് വരുന്നത്. ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സാണ്, ഓൺലൈൻ കോഴ്സാണ്. നിങ്ങൾക്ക് 6 മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പഠിക്കാനും സാധിക്കും. $8,000 ഓസ്ട്രേലിയൻ ആണ് ഈ കോഴ്സിൻ്റെ ഫീസ് വരുന്നത്. ഇതിനകത്ത് കുറച്ച് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സ്പെഷ്യലൈസേഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. സോ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേയുടെ എലിജിബിലിറ്റി കിട്ടി വിത്തൗട്ട് എക്സാമിനേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ലാംഗ്വേജ് റിക്വയർമെൻറ്റിൻ്റെത് വേവ് ഓഫ് ചെയ്ത് കിട്ടുമോ എന്നുള്ളത് ലാസ്റ്റ് സ്റ്റേജിലാണ് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ NCLEX-ഉം OSCEയും വേണ്ടി വരില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ UK-ലോ അയർലൻഡിലോ കാനഡയിലോ US-ലോ സിംഗപ്പൂർ, സ്പെയിൻ ഇവിടെയൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന GNMs ആയിരിക്കണം. അത് മാൻഡേറ്ററി ആണ്. അതല്ലാതെ ഗൾഫ് കൺട്രിയിലോ ഇന്ത്യയിലോ വർക്ക് ചെയ്യുന്നവർക്കൊന്നും ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിനേഷൻ്റെ കാര്യത്തിൽ വേവ് ഓഫ് ചെയ്ത് കിട്ടുന്നതല്ല. എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. ഈ 6 കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് ആണ്. അവർ GNM ആണെങ്കിൽ ഇങ്ങനെ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ പ്രൊസീജിയർ വിത്തൗട്ട് എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വേറൊരു കാര്യം, UK-ലോ ബാക്കി ഉള്ള കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് മെൻ്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലോ പീഡിയാട്രിക്കിലോ ഡിസബിലിറ്റിയിലോ ആണെങ്കിൽ അവർക്ക് ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേയുടെ എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നതല്ല. അങ്ങനെയുള്ളവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താലും അവരുടെ എക്സ്പീരിയൻസ് കൂടി നോക്കുമ്പോൾ ആ ഒരു 3 എക്സ്പീരിയൻസ് ഉള്ള നഴ്സസ് ആണെങ്കിൽ ന്യൂ സ്ട്രീം ലൈൻ്റെ പാത്വേ സാധിക്കില്ല. സോ അങ്ങനെയുള്ളവർ കോഴ്സ് എടുത്തിട്ട് കാര്യമില്ല. അവർ OBA പ്രൊസീജിയർ ചെയ്ത് NCLEX-ഉം OSCEയും ഒക്കെ എഴുതി തന്നെയാണ് ഓസ്ട്രേലിയയിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് ആണ്. നിങ്ങൾ ഈ 6 കൺട്രിയിലെ രജിസ്റ്റേർഡ് നഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്, 2017 ശേഷമാണ് വർക്ക് ചെയ്തതെങ്കിൽ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഡെസ്മ ഇന്റർനാഷണൽ GCAN കോഴ്സിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആർക്കെങ്കിലും കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മളെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്.
സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.